സ്വയം തോൽവി സംബന്ധിച്ച് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ മഹാ വികാസ് അഘാഡി ദയനീയമായി കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഈ കൂറ്റൻ തോൽവിയിൽ നിന്നും പാഠം പഠിച്ചുവെന്നും ഫലം പുറത്തു വന്നതും ഞെട്ടിക്കുന്നതാണ് എന്നും തുറന്നു സമ്മതിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് UBT MP ആയ സഞ്ജയ് റാവത്ത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാ വികാസ് അഘാഡി മഹാദുരന്തമായതിനു പിന്നാലെ തോൽവി സംബന്ധിച്ച് പ്രധാന കക്ഷിയായ കോൺഗ്രസ് തോൽവി സമ്മതിക്കുന്നതായി കോൺഗ്രസ് വക്താവ് സുപ്രിയ ഗ്രാനിറ്റ് പറഞ്ഞു. ഫലങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായില്ല. ഞങ്ങൾ പാഠം പഠിച്ചുവെന്നും തിരഞ്ഞെടുപ്പ് നീട്ടിയതിൽ മഹായുതിക്ക് തയ്യാറാകാൻ കൂടുതൽ സമയം ലഭിച്ചുവെന്നും സുപ്രിയ നിരാശയോടെ പറയുന്നു. ഞെട്ടിക്കുന്ന ഫലമാണ് എന്ന് ശിവസേന ഉദ്ധവ് നേതാവായ സഞ്ജയ് റാവത്തിന്റെ പ്രതികരണം. ജനവിധിയിൽ വിശ്വസിക്കുന്നില്ല എന്നും റാവത്ത് പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം സഞ്ജയ് റാവത്ത് വലിയ ആത്മവിശ്വാസമായിരുന്നു പ്രകടിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ മഹാ വികാസ് അഘാഡി സഖ്യം 160 മുതൽ 165 വരെ സീറ്റുകൾ നേടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. സംസ്ഥാനത്ത് 288 അംഗ നിയമസഭയിലേക്കായിരുന്നു വോട്ടെടുപ്പ് നടന്നതും. ഇടത് പാർട്ടികൾ ഉൾപ്പെടെയുള്ള ചെറു കക്ഷികളുടെ ഭൂരിപക്ഷം മറികടക്കും. ഞങ്ങൾക്ക് 160 മുതൽ 165 സീറ്റുകൾ നേടാനാകുമെന്നും സംസ്ഥാനത്ത് സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാകുമെന്നും എനിക്കത് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എന്നായിരുന്നു റാവത്ത് പറഞ്ഞിരുന്നത്. അതേസമയം ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJP നേതൃത്വത്തിലുള്ള സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തുമെന്ന് തന്നെയായിരുന്നു പ്രവചിച്ചതും. ചാണക്യയും ന്യൂസ് എക്സും മഹായുതി 150 കടക്കുമെന്ന് പ്രവചിച്ചപ്പോൾ പീപ്പിൾസ് പൾസ് 175 മുകളിലാണ് സാധ്യത കൽപ്പിച്ചത്. പീപ്പിൾസ് പൾസും ചാണക്യവുമാണ് മഹാ വികാസ് അഘാഡി 2 അക്കത്തിൽ ഒതുങ്ങുമെന്നുമായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ മഹാരാഷ്ട്രക്കാർ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന ഫലപ്രഖ്യാപനങ്ങൾ തെളിയിക്കുന്നത്. ആകെയുള്ള 288 സീറ്റിൽ 217ലും മഹായുതിയാണ് ലീഡ് ചെയ്യുന്നത്. 58 സീറ്റുകളിൽ മഹാ വികാസ് അഘാഡിയും ലീഡ് ചെയ്യുന്നുണ്ട്. 145 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായുള്ളത്. മഹായുതിയിൽ തന്നെ BJP ആണ് കൂടുതൽ സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നതും. മത്സരിച്ച 149 സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലും BJP സ്ഥാനാർത്ഥികൾ മുന്നേറ്റം തുടരുകയാണ്. ശിവസേന ഷിൻഡെ വിഭാഗത്തെക്കാൾ 10 സീറ്റ് പിന്നിലായാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോഴുള്ളത്. 53 സീറ്റിലാണ് ഷിൻഡെ കരുത്തു കാട്ടിയതും. അതേസമയം ഉദ്ധവ് താക്കറെ വിഭാഗം 19ൽ ഒതുങ്ങുകയായിരുന്നു. BJP ഉറപ്പിച്ചതിന് പിന്നാലെ ഏക്നാഥ് ഷിൻഡെയുടെ വസതിക്ക് മുന്നിൽ ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ പുറത്തുവരുന്ന ഫലപ്രഖ്യാപന പ്രകാരം മഹായുതി സഖ്യം മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 288 സീറ്റുകൾക്കുള്ള സംസ്ഥാന നിയമസഭയിൽ 145 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടിയിരുന്നത്. ഇതിനോടകം തന്നെ 200ലേറെ സീറ്റുകൾ മഹായുതി മുന്നിലായി എത്തിയിരിക്കുകയാണ്. മഹായുതിക്കുള്ളിൽ BJP ആണ് മുന്നിലുള്ളത്. മത്സരിച്ച 149 സീറ്റുകളിൽ 128ലും BJP ലീഡ് ചെയ്യുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 81ൽ 53ലും അജിത് പവാറിന്റെ NCP 59ൽ 36ലുമാണ് മുന്നിലുള്ളത്. കോൺഗ്രസ്, ശിവസേന, NCP, ശരത് പവാർ വിഭാഗം എന്നീ കക്ഷികൾ ഉൾപ്പെടുന്ന മഹാ വികാസ് അഘാഡിയായിരുന്നു മഹായുതിയുടെ മത്സരം. സംസ്ഥാനത്ത് നവംബർ 20-നായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. 66.05% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതും. 2019 രേഖപ്പെടുത്തിയ 61.1% കൂടുതലായിരുന്നു ഇത്. മഹാ വികാസ് അഘാഡിയിൽ നിന്ന് കോൺഗ്രസ് 101 സ്ഥാനാർത്ഥികളെയും ശിവസേന NCP വിഭാഗത്തിൽ നിന്ന് 86 സ്ഥാനാർത്ഥികളെയും നിർത്തിയിരുന്നു. BSP, AIMIM തുടങ്ങിയ പാർട്ടികളിൽ പ്രതിപക്ഷ സഖ്യത്തിന് പുറത്ത് മത്സരിച്ചിരുന്നു. BSPയുടെ 237 സ്ഥാനാർത്ഥികളും AIMIMന്റെ 17 സ്ഥാനാർത്ഥികളുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.